ചാലക്കുടി പോട്ടക്കാരൻ റിജോ ആൻ്റണിയെ പോട്ടയിലെ ബാങ്ക് കവർച്ച കേസിൽ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 14-ാം തീയതി ഉച്ചയ്ക്ക് ആയിരുന്നു ആ സംഭവം. ഉച്ചയ്ക്ക് ഏകദേശം ബാങ്കിൻ്റെ ബ്രേക്കിംഗ് ടൈമിൽ 2:15 ബാങ്കിൽ കയറി 2:15 കയറിയ ആൾ 3 മിനിറ്റ് കൊണ്ട് കൃത്യം ചെയ്ത് പുറത്തിറങ്ങി 15 ലക്ഷം രൂപയുമായിട്ട് കടന്നു. കേരള സമൂഹത്തെയും ബാങ്കിനെയും പൊതുവെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയായിരുന്നു. പോലീസ് ഈ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അന്താളിച്ച് നിൽക്കുന്നതായിട്ടാണ് പത്രക്കാരും ചാനലുകാരും ഒക്കെ പറഞ്ഞത്. ഈ കേസിൻ്റെ ഓപ്പറേഷൻ രീതി കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം വരുന്ന ആളെ ഐഡൻറ്റിറ്റി അറിയാൻ പറ്റുന്നില്ല. ഹെൽമറ്റ് വെച്ചിട്ടുണ്ട്, ഗ്ലൗസ് കയ്യിലിട്ടിട്ടുണ്ട്, ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കാലിൽ ഒരു പ്രത്യേകതരം ഷൂ ഇട്ടു. ഐഡൻറ്റിറ്റി ഒരു തരത്തിലും ആളെ മനസ്സിലാകാതെ അവിടെ വന്ന് രണ്ടുപേരെ അവിടെ ഒരു ശുചിമുറിയിൽ പൂട്ടിയിട്ട് അവരോട് ഹിന്ദിയിൽ സംസാരിച്ച് ഹിന്ദിക്കാരനാണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കാനും അതിനുശേഷം ബൈക്കിലെ 2 വീലറിൽ പുറത്തേക്ക് പോയി വ്യക്തി എറണാകുളം ഭാഗത്തേക്ക് പോയിട്ട് വീണ്ടും ഇടവഴി കൂടെ കയറി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു. കൂടുതലും ഇടവഴി കൂടെയൊക്കെ സഞ്ചരിച്ച് ഈ പോട്ട ബാങ്കിൻ്റെ തൊട്ടടുത്ത് 1.5-2 കിലോമീറ്ററിനകത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. റിജോ ആൻ്റണി 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഭാര്യ വിദേശത്ത് നഴ്സാണ്, 2 കുട്ടികളുണ്ട്. വളരെ ബൃഹത്തായ ഒരു വീട് ഇപ്പോൾ അവിടെ വെച്ചു. 2 വർഷമായുള്ള ഇവിടെ വന്നിട്ട് അവിടെ പള്ളിയിലുമൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മ വീട്ടിൽ വെച്ചുണ്ടായിരുന്നു. ആ സമയത്ത് ധാരാളം പള്ളിയിലെ ആൾക്കാരുമൊക്കെ വന്നു, അയൽവക്കംകാരൊക്കെ വന്നു. പുതിയ വീടാണ്. അവിടെ വരുന്ന ആ കൂട്ടായ്മ തീരാറായപ്പം പോലീസ് മഫ്റ്റിയിൽ അതിൻ്റെ പരിസരത്തൊക്കെ ധാരാളം പേരെ കണ്ടു. പ്രാർത്ഥനയ്ക്ക് വന്നവർക്കൊക്കെ ചോദിച്ചു എന്താ കാര്യം, അവർക്കൊരു പിടിയും കിട്ടിയില്ല. കള്ളം കപ്പലിൽ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ വലിയ സംഭവത്തിലെ പ്രതിയുടെ വീട്ടിലാണ് അവരിയ്ക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരെല്ലാം പിരിഞ്ഞുപോയി. പോലീസ് ആ വീടിനകത്തിരിക്കുന്ന 2 വീലർ കണ്ടു, ഐഡൻറ്റിഫൈ ചെയ്തു. ആ വീട്ടിൽ ചെന്ന് പ്രതിയെ വിളിച്ചു. അയാൾ ഇറങ്ങി വന്നു. അയാൾ അന്താളിച്ചു പോയി. അയാളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ കേസ് അയാളിലേക്ക് വരുമെന്നും. അത്ര ക്ലവറായി, അത്ര ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഓപ്പറേഷനാണ്. അത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, ഇതൊരു മലയാളിയാണ്, ഹിന്ദിയാണ് സംസാരിച്ച 2 വാക്ക്. പക്ഷേ മലയാള ചുവയുള്ളൊരു ഹിന്ദിയായിട്ടാണ് അതിൻ്റെ വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. രണ്ടാമത് 45 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു കള്ളൻ അതും കൊണ്ട് മൊത്തം തുകയും കൊണ്ടേ പോകുള്ളൂ, ചില്ലറ വരെ പിറക്കി കൊണ്ടുപോകും. പക്ഷേ ഇവിടെ അതുണ്ടായില്ല, 15 ലക്ഷമേ കൊണ്ടുപോയുള്ളൂ. അപ്പോഴാണ് ആ വാർത്ത വരുന്നത്. പൂട്ടിയിട്ടവർ ആരെയോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് വിളിക്കുന്നുണ്ട്, ഷട്ടർ അടച്ചിടണം, ഷട്ടർ അടയ്ക്കണം. അതോടുകൂടി അത് മലയാളത്തിൽ പറഞ്ഞത് ഈ ഹിന്ദിക്കാരനായ മലയാളി അത് കേട്ടു. അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി 15 ലക്ഷം രൂപയായിട്ട് സ്ഥലം വിട്ടു. റിജോ ആൻ്റണിയുടെ വീട്ടിൽ നിന്ന് പോലീസ് 10 ലക്ഷം രൂപ കണ്ടെത്തി. അതിനകത്ത് 2,90,000 രൂപ അവിടെ കടം വാങ്ങിച്ചാക്ക് കൊടുത്തു. റിജോ ആൻ്റണിയാണ് പ്രതി എന്ന് അറിഞ്ഞപ്പം തന്നെ ബാങ്കിൻ്റെ പൈസയാണ് തൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന്, മോഷ്ടിച്ച പൈസയാണ് തൻ്റെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞ് ആ ബ്ലേഡുകാരൻ ആ പണം ആ ചാലക്കുടി DYSPയെ കൊണ്ട് അന്നേരം ഏൽപ്പിച്ചു. അയാൾ ആ കേസിനകത്ത് പ്രതിയാവും എന്ന് തോന്നിയുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോയി കൊണ്ടേ കൊടുത്തു. 10 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കിട്ടി. 2,90,000 രൂപ അങ്ങനെയും കിട്ടി. പിന്നെ 2,10,000 രൂപയെ അയാൾ ചില്ലറ പൈസ ചിലവാക്കിയിട്ടുണ്ട്. അയാൾ ഈ മോഷ്ടിച്ച പൈസ കൊണ്ട് 1 ലിറ്റർ മദ്യം വാങ്ങിച്ചു എന്നുള്ളതാണ് അതിലൊരു കാരണം. അയാൾ സ്ഥിരം മദ്യപാനി ആയതുകൊണ്ട് അടിയന്തരമായിട്ട് ആ പണം കിട്ടിയപ്പം അല്പം 1 ലിറ്ററിൻ്റെ ഒരു മദ്യം വാങ്ങിച്ച് സ്റ്റോർ ചെയ്തു. പിന്നെ ചില കടമൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. ഏതായാലും 13 ലക്ഷം രൂപ എടുത്ത് 12,90,000 രൂപ 15 ലക്ഷത്തിൽ ബാങ്കിന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഓപ്പറേഷൻ രീതിയിൽ പോലീസിനെ കുറച്ച് കറക്കി. പോലീസിന് തലവേദനയായി, എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെട്ടു. കേസ് തെളിയുമോ എന്ന് വരെ വന്നു. കാരണം ഓപ്പറേഷൻ രീതി അങ്ങനെയാണ്. കാരണം ഒരു ക്ലൂവും ആളെപ്പറ്റി കിട്ടാത്ത രീതിയിൽ. പക്ഷേ
ആ ഷൂ മാത്രം അയാൾ കത്തിച്ച് കളഞ്ഞില്ല. അയാൾ 3 പ്രാവശ്യം ഷർട്ട് മാറിയിട്ടും ആ ഷർട്ടൊക്കെ കത്തിച്ചു. ആ 2 വീലറിൻ്റെ റിയർ വ്യൂ മിറർ മാറ്റാനും ശ്രമിച്ചു. പക്ഷേ തൻ്റെ പേര് രജിസ്ട്രേഷനുള്ള വാഹനം, തൻ്റെ കസ്റ്റഡിയിലുള്ള വാഹനം ഒരിക്കലും ഉപയോഗിക്കരുതായിരുന്നു എന്നിപ്പം തോന്നിയിട്ടുണ്ടാവും. അവിടെയാണ് പിടുത്തം വീണത്. കാരണം വാഹനം വീട്ടിൽ നിന്ന് തന്നെ കിട്ടി. ആ വാഹനം അവിടെ ഇരിക്കുന്നത് പോലീസ് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഷൂവിന് മാറ്റമില്ല. പോലീസ് വന്നപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ആ ഷൂ ഇട്ടാണ് വന്നത്. അപ്പം ക്ലവറായി ചെയ്ത ഒരു ഓപ്പറേഷനിൽ ചില പാളിച്ചകൾ, 1-2 ചെറിയ കാര്യങ്ങൾ. ഷൂ മാറ്റണമായിരുന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാം ഓപ്പറേഷനായിരുന്നു. സക്സസ്ഫുൾ എന്നേ പറയാനൊക്കെയുള്ളൂ. പോലീസിനെ മിസ്ലീഡ് ചെയ്തു. ഇന്ത്യക്കാരനാണെന്ന് ധരിച്ചോളാം. വാഹനം മിക്കവാറും സാധാരണ രീതിയിലൊരു ഓപ്പറേഷൻ കാണുന്നതെല്ലാം മോഷണ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആരുടെ വാഹനം എടുത്ത് മോഷ്ടിച്ചിട്ട് അത് ഉപേക്ഷിച്ചിട്ട് പോകും. പക്ഷേ ഇത് സ്വന്തം വാഹനം ഉപയോഗിച്ചതാണ് ആദ്യത്തെ പിഴ. അത് അയാൾ പള്ളി പോകുന്ന ആളെ എൻ്റെ പിഴ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഇരുന്ന് കരയുന്ന ദൃശ്യവും നമ്മൾ കണ്ടു. പക്ഷേ ആ വീട് നോക്കിക്കഴിയുമ്പം അയാളുടെ ഭാര്യയുടെയും ഇയാളുടെയും വരുമാനത്തിൽ ഒതുങ്ങുന്ന വീടാണോ എന്ന് സംശയമുണ്ട്. കാരണം നല്ല എമൗണ്ട് ചിലവാക്കിയ വീടും സ്ഥലമാണ്. 2 വർഷമായി അവിടെ വന്ന് വീട് വെച്ച് താമസിക്കുന്നു. എന്തായാലും 40 വയസ്സുണ്ട് ഇയാൾക്ക്. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇയാളുടെ പൂർവ്വ ചരിത്രം പോലീസ് ഇനി നോക്കണം. എവിടെയൊക്കെ രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തായിരുന്നു പണി, ഇതുപോലെ ഒരു വീട് വെക്കാനുള്ള വരുമാനം ഉണ്ടാവുമോ? ഭാര്യ എല്ലാ മാസവും 1.5 ലക്ഷം രൂപ വെച്ച് അയച്ചു കൊടുക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതെല്ലാം ആഡംബര ജീവിതത്തിനും കുടിച്ചു കൂത്താടാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. മോഷ്ടിച്ച പൈസയിൽ നിന്ന് 1 ലിറ്റർ മദ്യം വാങ്ങിച്ച് വെച്ച മഹാനാണത്. എന്തായാലും അവിടുത്തെ റൂറൽ SP തൃശ്ശൂരിലെ കൃഷ്ണകുമാറിനെയും DYSPമാരായ സുരേഷിനെയും VK രാജനെയും ഇൻസ്പെക്ടർ MK സജീവനെ, ആ സംഘത്തെ അഭിനന്ദിക്കാതിരിക്കാൻ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടി വരും. കാരണം അത്ര എഫർട്ട് എടുത്തിട്ടാണ്, അത്ര ബുദ്ധിപൂർവമായ ഒരു നീക്കത്തിലൂടെയാണ് പ്രതിയെ പിടിച്ചെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കാരണം അത് കേരള പോലീസിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അതുകൊണ്ട് പോലീസിനെയും, പോലീസ് മേധാവി DGPയെയും അതുപോലെ ആഭ്യന്തര സെക്രട്ടറിയെയും മുഖ്യമന്ത്രിയൊക്കെ ശ്ലാഘിക്കേണ്ടി വരും. അവരെല്ലാം ഇതിനകത്ത് തീർച്ചയായിട്ടും ആ ലീഡർഷിപ്പ് കൊടുത്തതിന്, ആ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അപ്പം ഉള്ള ഡയറക്ഷൻസ് കൊടുത്ത്, അവർക്ക് നല്ല ബോൾഡ് അല്ലെങ്കിൽ നല്ല ധൈര്യം കൊടുത്ത് ആ കേസ് അത് ഡിറ്റക്ഷനിലോട്ട് കൊണ്ടുവരാനുള്ള പിന്തുണ കൊടുത്തതിനാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. കാരണം എല്ലാവരും ഒരുപോലെ പോലീസിനെ പാട്ട് ഉണർന്നു ഈ കേസോടുകൂടി. ഇത് പോലീസിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന കേസായിരുന്നു ഇത് തെളിഞ്ഞില്ലെങ്കിൽ. അതുകൊണ്ടാണ് ആ ഡിറ്റക്ഷൻ 48 മണിക്കൂറിനകം വന്നു കഴിഞ്ഞു. ഏതായാലും ആളെ അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ഇനി പോലീസ് കസ്റ്റഡി വാങ്ങിച്ച ശേഷം കൂടുതൽ കേസുകളിലേക്ക് ഇയാൾ എങ്ങനെയാണ് ഇത്ര വലിയ വീട് വെക്കുന്നത്, അതിനുള്ള സോഴ്സ് കറക്റ്റാണോ, ഭാര്യ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ഇത് അല്ല ഇയാൾ സമ്പാദിച്ച പണം കൊണ്ട് ഈ ഇത്രയും ബൃഹത്തായ ഒരു കെട്ടിടം വെക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം പോലീസ് എന്തായാലും നോക്കേണ്ടിയിരിക്കുന്നു. ഈ കേസിൻ്റെ അകത്തെ എല്ലാ വിവരങ്ങളും ഏകദേശമൊക്കെ പോലീസിനെ പറ്റിച്ച വിവരങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലോട്ട് കിടക്കുന്നില്ല. ഏതായാലും വളരെ ഇൻ്റലിജൻ്റായ ഒരു കള്ളനും അതുപോലെ ഇൻ്റലിജൻ്റായ കേരള പോലീസും തമ്മിൽ ഏറ്റുമുട്ടി പോലീസ് ജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും.